നമ്മളിവിടെ തോമർ ഇന്റീരിയേഴ്സിന്റെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഫുള്ളി ഇന്റഗ്രേറ്റഡ് കിച്ചൺ വിത്ത് ബെഡ്റൂം സെറ്റ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻക്ലൂഡിംഗ് VR എക്സ്പീരിയൻസ്, VR വിത്ത് ഇന്ററാക്റ്റീവ് സെക്ഷൻ ആണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത്. മാം, ഇവിടെ എന്തൊക്കെയാ ലൈക്ക് ഇപ്പൊ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് നമുക്ക് എങ്ങനെയാ ഒരു ഹിഡൻ ആയിട്ട് ഇവിടെ മുതലേ നമ്മുടെ കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇന്റഗ്രേറ്റഡ് റെഫ്രിജറേറ്റർ ആണ്. ടോപ്പിലും ബോട്ടത്തിലുമായിട്ട് 2 ഷട്ടേഴ്സ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബോട്ടത്തിലാണ് ഫ്രീസർ വരുന്നത്. അതുപോലെ തന്നെ അവൺ, OTG രണ്ടും ഇന്റഗ്രേറ്റഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 2 സിസ്റ്റവും അതുപോലെ തന്നെ ചെയ്തിരിക്കുന്നത്. പുഷ് ഓപ്പൺ ഇതാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത്? അതെ അതെ അതെ, പുഷ് ഓപ്പൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഓട്ടോമേറ്റഡ് ബൈഫോൾഡ് സിസ്റ്റം കാണിച്ചിരിക്കുന്നത്. ബ്ലൂമിന്റെ ആക്സസറി ആണ്. നമ്മൾ ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഡിഷ് വാഷർ ഇന്റഗ്രേറ്റഡ് ആയിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം നമ്മളെ കൗണ്ടർ ടോപ്പ്. ഇത് നമുക്ക് കോട്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് മാനുവലി ബൈഫോൾഡ് സിസ്റ്റം വരുന്നത്. അതെ 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 അതെ. പിന്നെ നമുക്ക് ടോൾ യൂണിറ്റ്സ് കാര്യം ഇപ്പം റൂം സ്റ്റോറേജ് ഒക്കെ വെക്കാനായിട്ട് അതിനെങ്ങനെയായിരിക്കും നമ്മൾ? അത് നമുക്ക് ടോൾ യൂണിറ്റ്സ് ചെയ്യാൻ പറ്റും. ടോൾ യൂണിറ്റ്സ് കാണിക്കാം. അതിൽ നമ്മളിപ്പോ ടോൾ യൂണിറ്റ് ഇവിടെയാണ് ഒരെണ്ണം കൊടുത്തിരിക്കുന്നത്. ഇത് വിത്ത് ആക്സസറി വരുന്ന ഒരു ടോൾ യൂണിറ്റാണ് കാണിച്ചിരിക്കുന്നത്. നമ്മളുടെ ബോട്ടിൽസ് ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെറ്റിച്ചിന്റെ ഒരു ആക്സസറി കാണിച്ചിട്ടുണ്ട്, ടോൾ യൂണിറ്റ്. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ചിമ്മിനി ആയാലും ഇത് ഐലൻഡ് കിച്ചൺ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാ വരുന്നത്. ഇതിൽ നമ്മളിപ്പം ഇൻഡക്ഷൻ ടൈപ്പിലുള്ള ഒരു ഹോബാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചിമ്മിനി വരുന്നത് അല്ലെങ്കിൽ ഹുഡ് വരുന്നത് ഇൻസൈഡ് നമ്മളുടെ കൗണ്ടർ ടോപ്പിന്റെ ഇൻസൈഡ് ആയിട്ടാണ് വരുന്നത്. അതെ അതെ അതെ. ലോങ് പ്രസ് ചെയ്യുമ്പോൾ അത് ടോപ്പിലേക്ക് ഓട്ടോമാറ്റിക്കലി അത് ഓപ്പൺ ആയി വരും. അത് ലോങ് പ്രസ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് കൗണ്ടർ ടോപ്പ് ഇൻസൈഡിലേക്ക് പോകും. യു ക്യാൻ യൂസ്. നമുക്ക് VR എക്സ്പീരിയൻസ് ചെയ്യാം. അത് നോർമൽ VR അല്ല, ഇന്ററാക്റ്റീവ് സെക്ഷൻ ആണ്. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ഓൺ ദ സ്പോട്ട് കളേഴ്സ്, ലൈറ്റ്സ്, എല്ലാ ഷെയ്ഡ്സ് ടൈപ്പൊക്കെ ഓൺ ദ സ്പോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ കസ്റ്റമേഴ്സ് നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ വിത്ത് ഫ്ലോർ പ്ലാൻ നമ്മൾ വളരെയധികം ഷോർട്ട് പീരീഡിൽ 2D 3D പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അത് എഗെയിൻ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ അതൊരു VR-ൽ എക്സ്പീരിയൻസ് ചെയ്യാനും ക്ലയൻറ്റിന് ഒരു ചാൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് VR എക്സ്പീരിയൻസ് ചെയ്യാം. ഇതാണ് VR എക്സ്പീരിയൻസ്. VR ഇന്ററാക്റ്റീവ് സെഷനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിലിപ്പം നമ്മളുടെ കയ്യിലിരിക്കുന്ന കൺട്രോളർ യൂസ് ചെയ്ത് നമുക്ക് റൂംസിലേക്ക് കയറാൻ പറ്റും. നമ്മൾ ഫ്ലോറിലാണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഫ്ലോറിൽ അത് ഏത് റൂമിലാണോ വരുന്നത് ആ റൂമിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ഡോറിൽ ടച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡോർ ഓപ്പൺ ആക്കിയിട്ട് ആ റൂമിനകത്തേക്ക് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. നമ്മൾ ക്യാബിനറ്റിന് നേരെയാണ് നാവിഗേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് ക്യാബിനറ്റ്സ് ഒക്കെ ഓപ്പൺ ആക്കി കാണാനും പറ്റും. VR-ന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ വീട് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഇന്റീരിയേഴ്സ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് നേരത്തെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളുടെ വീട്ടിൽ എന്തൊക്കെയാണ് വരുന്നത്, എങ്ങനെയാണ് നമ്മളുടെ സ്പേസ് മാനേജ്മെന്റ്, എങ്ങനെയാണ് അതിൻ്റെ ഓരോ പൊസിഷനിങ്ങും, നമുക്ക് അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിലിംഗ് നമുക്ക് VR എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സ്ലൈഡിംഗ് വാർഡ്രോബ് ആണ്, അരിസ്റ്റോന്റെ മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഷട്ടേഴ്സും കാര്യങ്ങളും. ഇതിൽ നമുക്ക് ഹാങ്ങിങ് ലിഫ്റ്റ് ആണ് വരുന്നത്. പിന്നെ വരുന്നത് ക്ലാസിഫിക്കേഷൻ ട്രേ. പിന്നെ ഇത് റിവോൾവിംഗ് മിറർ. പിന്നെ വരുന്നത് നമ്മുടെ സാരി പുള്ളൗട്ട്സ് വരുന്നുണ്ട്, ട്രൗസർ പുള്ളൗട്ട്സ് വരുന്നുണ്ട്. പിന്നെ സെയിം നെക്സ്റ്റ് സൈഡും സെയിം ആണ്. ഇതും സെയിം നമുക്ക് ട്രൗസർ പുള്ളൗട്ട്സും ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ മെറ്റീരിയൽസ് എല്ലാം നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വാർഡ്രോബ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 100% മറൈൻ പ്ലൈവുഡിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ലേഡീസിന്റെ ആക്സസറീസ് ഒക്കെ നമ്മൾ എങ്ങനെയാ കീപ്പ് ചെയ്യുക? നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ ട്രേ വരുന്നത്. ഇവിടെ നമുക്ക് ലേഡീസിനും ജെന്റ്സിനുമായിട്ട് സെപ്പറേറ്റ് ഒരു ട്രേ വരുന്നുണ്ട്, നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫൈൻ. പിന്നെ അതുപോലെ തന്നെ സാരി ക്ലോത്ത്സും കാര്യങ്ങളും ഇപ്പം
ലേഡീസ് ആയാലും ജെന്റ്സിനായാലും ഇപ്പം ലേഡീസിന് കോമൺലി അവിടെയാണ് ഉപയോഗിക്കുന്നത്, നമുക്ക് ഏത് വേണം ചൂസ് ചെയ്യാം. ചൂസ് ചെയ്യാം, നമ്മളിപ്പോ പറയുന്നത് ഇത് ലേഡീസിനും അത് ജെന്റ്സിനും അങ്ങനെ യൂസ് ചെയ്യാം. ഇത് ഇത്രയും ലോങ് ഹൈറ്റിൽ നമുക്ക് വാർഡ്രോബ്സ് ചെയ്യാൻ പറ്റുമോ? ഈ ഡോറ് ഒറ്റ ഡോറല്ലേ? നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഡിപ്പെൻസ് ആണ്. ഇപ്പം മാമിന് ഇപ്പം ലോഫ്റ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പകുതിക്ക് തന്നെ 210 ഹൈറ്റിൽ തന്നെ നിർത്താം, ഇല്ലാന്നുണ്ടെങ്കിൽ മുകളിലോട്ട് നമുക്ക് എടുക്കാം. ഇപ്പൊ വാൾ ഹൈറ്റ് വരെയാണ് നമ്മൾ നോർമൽ സ്ലൈഡിംഗ് ഡോസ് കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് അങ്ങനെ രണ്ട് രീതിക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.